വരികയാണ്. യേശു അവരുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അവരുടെ മറുപടി, നസറയനായ യേശുവിനെ. എൻ്റെ കർത്താവ് പ്രതിവചിച്ചു, അത് ഞാനാകുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞതും അവരെല്ലാവരും പിറകോട്ടു വീണു. എൻ്റെ ഭാഷ പറയാം, അവരെല്ലാവരും ബോധം കെട്ട് കിടക്കുകയാണ്. അവരെല്ലാവരും പിറകോട്ട് വീണ് കിടക്കുമ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ യേശുവിന് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ കർത്താവ് രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, യേശുവിനെ അവരൊട്ട് പിടിച്ചതുമല്ല. ഇന്ന് രാത്രി ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, യേശു ക്രിസ്തുവിനെ ആരും പിടിച്ചതല്ല, യേശു ക്രിസ്തുവിനെ ആരും കൊന്നതല്ല, യേശു ക്രിസ്തുവിനെ ആരും ക്രൂശിച്ചതല്ല, യേശുവിനെ ആർക്കും പിടിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ പിറകോട്ട് വീണ് കിടന്ന ശേഷം ഇതാ എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് യേശു കൈ നീട്ടി കൊടുത്തതാണ്. അതാണ് ഗലാത്യ ലേഖനം പറയുന്നത്, എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ തൻ്റെ ജീവനെ, അധരം തുറന്ന് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും, ജീവനെ ഏൽപ്പിച്ചു തന്നതാണ്. ഇന്ന് രാത്രി ക്രൂശിലേക്കൊന്ന് നോക്കാമോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവൻ ചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, ഭാരമേറിയ ആ ക്രൂശിന്റെ ക്രോസ് ഭാഗം ചുമലിലേറ്റെടുത്ത് വീണും വീണും രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി യെരൂശലേം തെരുവീഥിയിലൂടെ നടന്നു നീങ്ങി തലയോടിടമെന്ന ഗോൽഗോഥ മലയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എൻ്റെ രക്ഷിതാവ് പ്രാണനെ വെടിഞ്ഞു. മുണ്ടിയ പള്ളി ദേശമേ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ തലയോടിടമെന്ന ഗോൽഗോഥ മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ക്രൂശും ആ ക്രൂശിൽ മരിച്ച യേശുവുമാണ് മാനവവർഗത്തോടുള്ള അതുല്യമായ ദൈവസ്നേഹത്തിന്റെ ഉന്നതമായ വെളിപ്പാട്. അത് പറയാൻ ഇന്ന് രാത്രി എനിക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന എൻ്റെ ദൈവത്തിനു